നമസ്കാരം. നമ്മൾ ഇന്ന് +2 സുവോളജിയിലെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലെ മെനിസ്ട്രൽ സൈക്കിൾ ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് മെനിസ്ട്രൽ സൈക്കിൾ എന്ന് നമുക്ക് നോക്കാം. പ്രൈമേറ്റ് വിഭാഗത്തിൽപ്പെട്ട ജീവികളിൽ, അതായത് മനുഷ്യരും മറ്റു കുരങ്ങവർഗങ്ങളും ഒക്കെ വരുന്ന വിഭാഗമാണ് പ്രൈമേറ്റ വിഭാഗം എന്ന് പറയുന്നത്. പ്രൈമേറ്റ വിഭാഗത്തിൽപ്പെട്ട ജീവികൾ കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് മെനിസ്ട്രേഷൻ അല്ലെങ്കിൽ മെനിസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് ഒരു റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ആണ് മെനിസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫെർട്ടിലൈസേഷൻ എന്താണെന്നും ഫെർട്ടിലൈസേഷൻ ഈവെന്റ്സ് പഠിച്ചതാണ്. അപ്പോൾ ഊഗോണിയ സെൽസുകൾ ജനസിന്റെ സമയത്ത് പറഞ്ഞു, ഊഗോണിയ സെൽസുകൾ എല്ലാം തന്നെയും ഒരു പെൺകുട്ടി എംബ്രിയോണിക് പീരിയഡിലാകുമ്പോൾ ഫോം ചെയ്യുന്നുവെന്നും പിന്നീട് അത് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ഫോളിക്കുലർ സ്റ്റേജ് കടന്ന് സെക്കൻഡറി oocyte എത്തുകയും സെക്കൻഡറി oocyte അത് ഓവുലേഷൻ എന്ന പ്രോസസ് നടന്ന ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഫോം ചെയ്യുന്ന എഗ് ഒരു സെക്കൻഡറി oocyte സ്റ്റേജിലാണ് അത് ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ റിലീസ് ചെയ്യപ്പെടുന്ന ആ സെക്കൻഡറി oocyte ഫലോപ്പിയൻ ട്യൂബിൽ എത്തി ഫെർട്ടിലൈസേഷൻ നടന്നാൽ മാത്രമേ അതൊരു സൈഗോട്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ആയി മാറുന്നുള്ളൂ നമ്മൾ പറയുന്നു അല്ലെ. ഇനി ഫെർട്ടിലൈസേഷൻ നടക്കാത്ത ആളുകളിൽ, അതായത് സാധാരണ രീതിയിൽ ഒരു പെൺകുട്ടി ഏകദേശം 12 വയസ്സ് ആകുന്ന സമയത്ത് ഈ ഓവുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. ഇത് പ്രായം അനുസരിച്ച് വ്യത്യാസപ്പെടാം. ഇങ്ങനെ പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ ഓവുലേഷൻ നടന്നു വരുന്ന എഗ് പിന്നീട് എന്ത് സംഭവിക്കുന്നു, ഫെർട്ടിലൈസേഷൻ നടന്നില്ല എന്നുണ്ട് എങ്കിൽ ഈ എഗ്ഗിനെ പിന്നീട് അത് മെനിസ്ട്രൽ സൈക്കിളിലൂടെയാണ് പുറത്തേക്ക് കളയുന്നത്. ഫസ്റ്റ് മെനിസ്ട്രേഷൻ അറ്റ് പ്യൂബർട്ടി ആണ് മെനാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം ഒരു 12 വയസ്സൊക്കെ ആകുന്ന സമയത്ത് പെൺകുട്ടികളിലെ ഓവുലേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്, അതായത് സെക്കൻഡറി oocyte ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. ഇത് ഓരോ മാസവും ഓരോ എഗ് ആയിട്ടാണ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. ഇനി അതിനുശേഷം പിന്നീട് പ്രായമാകുന്നതിനോടനുബന്ധിച്ച്, അതായത് ഏകദേശം പ്രായമാകുമ്പോഴേക്കും 45 മുതൽ 50 വയസ്സ് അല്ലെങ്കിൽ 50 തൊട്ട് ഓരോ സ്ത്രീകളുടെ വ്യത്യാസമായിരിക്കും. ആ ഒരു പീരീഡിൽ ഈ പറയുന്ന മെൻസ്ട്രൽ സൈക്കിൾ അവരിൽ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പൊ പെർമനന്റ് ആയിട്ടുള്ള ആ സ്റ്റോപ്പേജിനെ വിളിക്കുന്ന പേരാണ് മെനോപോസ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് മെനാർക്ക്, മെനോപോസ്. മെനാർക്ക് the first menstruation at puberty, അതുപോലെ തന്നെ പെർമനന്റ് സ്റ്റോപ്പേജ് ഓഫ് മെൻസ്ട്രേഷൻ ആണ്. പെർമനന്റ് സ്റ്റോപ്പേജ് ഓഫ് മെൻസ്ട്രേഷൻ ആണ് മെനോപോസ് എന്ന് പറയുന്നത്.